എന്താ പറയുക, അതാണ് തുമ്മുമ്പേക്കും മണ്ണൊക്കെ ഇങ്ങനെ എയറിലേക്ക് പോകുക. സാധാരണ അങ്ങനെ അഭിനയിച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞിട്ട് പല സ്ഥലത്തും എടാ ഇങ്ങനെയൊക്കെ ആരെങ്കിലും ഉണ്ടാവൂടാ നമ്മൾ ചോദിക്കും, എന്ത് മനുഷ്യന്മാരല്ലേ അത് എന്നൊക്കെ ചോദിച്ചിട്ട്. കാരണം നമ്മൾ ഇപ്പുറത്ത് വേറെ തരത്തിൽ തന്നെ എൻജോയ് ചെയ്ത് നമ്മൾ തന്നെ അതിനെ ക്രിട്ടിസൈസ് ചെയ്ത് വേറൊരു ലോകമാണ് ഇങ്ങനെ കുറെ ആൾക്കാർ. പിന്നെ ഇതിന്റെ സ്ക്രിപ്റ്റ് എന്ന് വെച്ചാല് കുറെയൊക്കെ ഇപ്പോഴത്തെ ഒരു വേർഷനില് ആൾക്കാർക്ക് കൂടുതൽ ബുദ്ധി എന്ന് പറയുന്ന ഒരു സാധനത്തെ കുറിച്ച് ഒരുപാട് ക്ലാരിറ്റി കൊടുക്കണ്ട. അത് ജനത്തിന് ഇപ്പൊ നന്നായിട്ട് മനസ്സിലാവാതെ ഇങ്ങനെയാണ് കണക്റ്റഡ്. സിനിമ ടോട്ടൽ കണക്ട് ചെയ്ത് വരുമ്പോ എല്ലാം നമ്മുടെ ആൾക്കാരാണ്, വിനീതിന്റെ ടീം മാത്രമാണ് ഓപ്പോസിറ്റ് നിൽക്കുന്നത് എന്ന് പറയുന്ന ഒരു കണക്ഷനിൽ ഇങ്ങനെ കൊണ്ടുവന്ന് എത്തിക്കുക എന്ന് പറയുന്ന ഒരു രീതിയൊക്കെ ഉണ്ട്. അപ്പൊ ആ സ്പൂൺ ഫീഡിങ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ മാറ്റി നിർത്തിയിട്ടാണ് പിന്നെ ഇപ്പൊ നിങ്ങൾ കണ്ട സിനിമയിലേക്ക് എത്തിയത്. അതേപോലെ സിനിമ കണ്ട ഒരുപാട് ആളുകൾ പറയുന്നത് കന്നഡയിലും തമിഴിലും ഒക്കെ കണ്ടിട്ടുണ്ട് സെലിബ്രേറ്റ് ചെയ്യുന്നത്, ഒരു സ്റ്റാറിനെ സെലിബ്രേറ്റ് ചെയ്യുന്ന സിനിമകൾ വന്നിട്ടുണ്ട്. മലയാളത്തിൽ എപ്പോഴും റിയലിസ്റ്റിക് ആയതുകൊണ്ട് അത്തരത്തിലുള്ള സിനിമകളൊന്നും ഇല്ല. പക്ഷെ ഇപ്പൊ ഇനിയും പറയാം ബബ്ബ ഉണ്ട് എന്ന് പറയാം, ആ ഒരു രീതിയിൽ സിനിമ കാണുന്നവരുണ്ട്. ദിലീപേട്ടൻ സിനിമയിൽ വന്നിട്ട് ഇത്ര വർഷമായി. അപ്പം ബബ്ബയിൽ നോക്കിക്കഴിഞ്ഞാൽ ടെക്നിക്കൽ സൈഡിലും ഒരുപാട് ഡിഫറൻസ്, അല്ലെങ്കിൽ പുതിയ പരിപാടികൾ നമ്മൾ ഇതുവരെ കാണാത്ത തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ദിലീപേട്ടൻ അതൊക്കെ എങ്ങനെയാണ് എക്സ്പീരിയൻസ് ചെയ്തത്? ഒരു ചേഞ്ച് അല്ലെങ്കിൽ ഇത്ര അപ്ഡേറ്റഡ് ആയിട്ട് എനിക്കത് മോക്കബോട്ടിക്കൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട് ഇന്റർവൽ ഫൈലിലൊക്കെ. അപ്പം അതിനൊക്കെ ആ കാര്യങ്ങളൊക്കെ ദിലീപേട്ടൻ എങ്ങനെയാണ് എക്സ്പീരിയൻസ് ചെയ്തത്? അല്ല, ഞാനിപ്പോ സിനിമയിൽ വന്നിട്ട് ഏകദേശം 34 വർഷം. നമുക്ക് ഓരോ സിനിമയും അല്ലെങ്കിൽ ഓരോ ദിവസവും പാഠപുസ്തകം പോലെ. സിനിമ ഇതൊരു വലിയ കടൽ പോലെയാണ്. ഇതൊന്നും പഠിച്ചാൽ തീരൂല എന്ന് പറഞ്ഞാൽ ദിവസം ഓരോ സംഭവങ്ങൾ കണ്ടുപിടിച്ചുകൊണ്ടേയിരിക്കുന്നു. നമ്മുടെ മുമ്പിലേക്ക് കുറച്ച് കഴിഞ്ഞിട്ടാണ് എത്തുന്നത്. ഇപ്പോൾ ഇന്റർനെറ്റ് മറ്റുള്ള കാര്യങ്ങൾ ഉള്ളതുകൊണ്ട് നമ്മൾ എല്ലാ കാര്യങ്ങളും അപ്പം പറയുന്നു, ഇന്ന നടക്കുന്നുണ്ട്, ഇങ്ങനെ സാധനം വരുന്നുണ്ട്. പക്ഷെ അത് നമ്മുടെ മുമ്പിലേക്ക് എത്താൻ ചിലപ്പോൾ കുറച്ച് വൈകുമായിരിക്കും. പക്ഷെ നമ്മൾ ഇന്നും ആസ് എ സ്റ്റുഡന്റ് എന്നുള്ള രീതിയിൽ തന്നെയാണ്. പുതിയത് കണ്ടുപിടിക്കുക. പിന്നെ പുതിയ ശരിക്കും ഞാൻ ഇവരോടൊക്കെ പറയട്ടെ, നമ്മളെക്കാൾ അറിവുള്ള ടെക്നീഷ്യൻസിന്റെ കൂടെ തന്നെയായിരിക്കണം നമ്മൾ വർക്ക് ചെയ്യേണ്ടത്. അങ്ങനെ അതുപോലെ നമ്മളെക്കാൾ വളരെ ഗംഭീരമായിട്ട് പെർഫോം ചെയ്യുന്ന ആർട്ടിസ്റ്റുകളുമായിട്ട് നമ്മൾ സഹകരിക്കണം. അപ്പോഴാണ് നമ്മൾക്കും വളർച്ച ഉണ്ടാവുള്ളൂ. അപ്പോൾ ഈ എന്നെ സംബന്ധിച്ച് കഴിഞ്ഞ കാലഘട്ടത്തിലൊന്നും ഉപയോഗിക്കാത്ത ടെക്നോളജിയുടെ കൂടെ പോകുമ്പോൾ നമുക്കും പുതിയ നോളജാണ്. അതെടുത്ത് നമുക്ക് അടുത്ത സിനിമയിൽ ഉപയോഗിക്കാൻ പറ്റുക, അല്ലെങ്കിൽ നമുക്ക് അത് വേണോട്ടോ ഇത് വേണോട്ടോ അങ്ങനെ വന്നുകൂടെ എന്നൊക്കെ ചോദിക്കാവുന്ന ഒരുപാട് കാര്യങ്ങൾ നമുക്ക് മുന്നിലേക്ക് വരും. ഇപ്പോഴത്തെ കുട്ടികൾ അല്ലെങ്കിൽ ഇപ്പോഴത്തെ ക്യാമറമാന്മാരാണെങ്കിലും മറ്റുള്ള എല്ലാ ടെക്നിക്കൽ സ്ഥലത്ത് വർക്ക് ചെയ്യുന്ന ആൾക്കാരും അപ്ഡേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. ഓരോ ദിവസവും പുതിയത് ഉണ്ട് എന്ന് പറയുന്ന കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പൊ നമ്മളും അതിന്റെ കൂടെ പോകുമ്പോൾ നമ്മളും പതുക്കെ അതിന്റെ ഭാഗമാവില്ലേ. കഴിഞ്ഞ പടം ഒരു പുതുമുഖ സംവിധായകനാണ്, ഈ പടവും പുതുമുഖ സംവിധായകനാണ്, അടുത്ത പടം ഒരു പുതുമുഖ സംവിധായകൻ. അപ്പം പുതിയ കാലങ്ങളിലേക്ക് പുതിയ കഥകൾ തേടിപ്പോകുന്ന ഒരു ദിലീപിന്റെ ഒരു ട്രെയിൻ നമ്മൾ കാണുന്നുണ്ട്. ശരിക്കും അതൊരു കോൺഷ്യസ് ആയിട്ടുള്ള ഡിസിഷനാണ്. ഞാൻ ഈ പടങ്ങൾക്ക് മുമ്പ് ഇതിനു മുമ്പുള്ള സംവിധായകരുടെ കൂടെ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ നിങ്ങൾ പറഞ്ഞു ഇയാൾക്ക് പുതിയ സംവിധായകരൊന്നും ഇല്ല. ഇപ്പൊ ഞാൻ വന്ന പുതിയ സംവിധായകരുടെ കൂടെ പോകാന്ന് വെച്ചാൽ അതും കുഴപ്പമെന്ന് പറയരുത് കേട്ടോ. ഇഷ്ടമാണ്. ഞാൻ ഏറ്റവും കൂടുതൽ പുതിയ സംവിധായകരുടെ കൂടെ തന്നെ എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് വന്നു തുടങ്ങിയിട്ടുള്ള ആളാണ് ഞാൻ ചെയ്തിട്ട് എത്രയോ സിനിമകളുണ്ട്. പുതിയ ആൾക്കാരുടെ കൂടെ ചെയ്തിട്ടുണ്ട്, പുതിയ നായികമാരുടെ കൂടെ അഭിനയിച്ചിട്ടുണ്ട്, പുതിയ സംവിധായകർ സുന്ദരദാസ് തുടങ്ങിയിട്ട് ഇങ്ങനെ അങ്ങനെ ഒരുപാട് പേരുടെ സിനിമയിൽ അഭിനയിച്ചു. ജോണി ആന്റണി, ഞാൻ തന്നെ പ്രൊഡ്യൂസ് ചെയ്ത ആദ്യത്തെ സിനിമ ജോണിയുടെ ഞാൻ നിർമ്മിച്ചാണ്. അന്ന് ജോണി പുതിയ ആളാണ്. അങ്ങനെ ഒരുപാട് പേരുടെ സിനിമകൾ നമ്മൾ ചെയ്തിട്ടുള്ള. ഇപ്പൊ മലർവാടി ആർട്സ് ക്ലബ്ബ് ചെയ്യുമ്പോൾ വിനീതിന്റെ ആദ്യത്തെ സിനിമയാണ്, അത് നിർമ്മിച്ചത് നമ്മൾ തന്നെ. അപ്പോൾ പുതിയതായാലും പഴയതായാലും കണ്ടന്റ് എന്ത് എന്നുള്ളതാണ് നമ്മളിലേക്ക് പുതിയ സിനിമ അല്ലെങ്കിൽ പുതിയ കണ്ടന്റ് ആര് കൊണ്ടുവരുന്നു എന്നുള്ളതാണ്. പഴയതായാലും പുതിയതായാലും. കാരണം ഇപ്പോഴത്തെ ഒരു ട്രെൻഡിൽ പോകുന്നത് കണ്ടന്റിനാണ് പ്രാധാന്യം. ആർട്ടിസ്റ്റ് എന്നുള്ളതിനേക്കാൾ ഉപരി ഇപ്പൊ സിനിമകൾ ഓടുന്ന കാണുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് എന്ത് കണ്ടന്റ്. നിങ്ങൾക്ക് സിനിമ ഇഷ്ടാവുണ്ടോ, അതിലെ പ്രമേയം ഇഷ്ടാവുണ്ടോ എന്നാണ് നോക്കുന്നത്. ഇന്ന താരം വരുന്നോണ്ട് ഈ സിനിമ ഇത്ര ദിവസം ഓടും അങ്ങനെയൊന്നും പണ്ടുണ്ടായിരുന്നു. അത് നമുക്കൊരു ഗ്യാരണ്ടി പോലെ ഉണ്ടായിരുന്നു, ഇന്ന ആർട്ടിസ്റ്റിന്റെ സിനിമ നമുക്കൊരു മിനിമം ഗ്യാരണ്ടി എന്ന്. ഇത് നമുക്ക് അങ്ങനെ പറയാൻ പറ്റൂല. സിനിമ മോശമാണ് എന്നൊരു ഫീൽ കിട്ടിയാൽ നോൺ ഷോയ്ക്കുള്ളിൽ അത് അറിഞ്ഞാൽ ആ രാത്രിക്കുള്ളിൽ ആ ഒറ്റ ദിവസത്തെ കളക്ഷനുണ്ട്. അത് കഴിഞ്ഞാൽ പിറ്റേ ദിവസം എന്ന് പറഞ്ഞാൽ നമ്മൾ കാണുന്നത് ആ സിനിമ വിട്ടു.
അപ്പൊ പ്രമേയത്തിനാണ് ഇപ്പോഴത്തെ വാല്യൂ കൊടുക്കുന്നത്. അത് ആരുടെ സിനിമയിലും പ്രമേയം നന്നായാൽ സിനിമ അത് ക്യാരി ചെയ്ത് സിനിമ എടുത്തുകൊണ്ട് ഓടുക എന്ന് പറയും. അപ്പോൾ പുതിയ സംവിധായകര് നല്ല നല്ല സംഭവങ്ങളായിട്ട് വരട്ടെ.